നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കേരളത്തിലെ സ്പോട്ട് അലോട്ട്മെന്റുകൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കോളേജുകളും ഇങ്ങനെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ആവുകയും ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്ന LBSന്റെ സ്പോട്ട് അലോട്ട്മെന്റിൽ നിരവധി കുട്ടികൾക്ക് അഡ്മിഷൻസ് ലഭിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും അവസാനം ഏതാനും ചില കോളേജുകളും കൂടെ സീറ്റ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, KMCT അങ്ങനെയുള്ള ഏതാനും ചില കോളേജുകളിൽ കൂടുതലായിട്ടുള്ള സീറ്റ് അനുവദിക്കുകയും അങ്ങനെ ആ ഒരു സീറ്റിലേക്കും കൂടെ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏകദേശം 87% ആ റേഞ്ചിലുള്ള കുട്ടികൾക്ക് തന്നെയാണ് അഡ്മിഷൻസ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും നിരവധി കുട്ടികൾക്ക് അഡ്മിഷൻസ് ഈ ഒരു വർഷം കിട്ടാതെയും പോയിട്ടുണ്ട്. LBS നിന്നും കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇനി ഏതെങ്കിലും കോളേജുകളിൽ ഒരു സീറ്റെങ്കിലും വേക്കന്റ് വരികയാണെങ്കിൽ അത് സ്പോട്ട് അലോട്ട്മെന്റുകളായിട്ട് നടത്തി അത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഏകദേശം 24-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതുവരെയും പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലും ഉചിതമായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു വർഷം തന്നെ നിങ്ങൾ BSc നഴ്സിംഗിന് അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സുകൾക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നവംബർ 30-ാം തീയതിക്കുള്ളിൽ തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുക എന്നുള്ളതാണ്. കാരണം മിക്കവാറും വരുന്ന മെഡിക്കൽ കോളേജുകളൊക്കെ ഏകദേശം 9.5-9.25 പാക്കേജിലൊക്കെ തന്നെ, അതായത് 10 ലക്ഷത്തിൽ താഴെ പാക്കേജിൽ മികച്ച കോളേജുകളിൽ നിലവിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫെസിലിറ്റിയോടുകൂടി പഠിക്കാനുള്ള പോസിബിലിറ്റി ആണ് ഉണ്ടാവുന്നത്. അഥവാ ഇനി ഏതെങ്കിലും കോളേജുകളിൽ ലാസ്റ്റ് സീറ്റുകൾ വരികയാണെങ്കിൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ള കോളേജുകൾ മാത്രമായിരിക്കും കേരളത്തിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വേക്കന്റ് ലിസ്റ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മിക്കവാറും വരുന്ന ഫെസിലിറ്റീസ് കുറഞ്ഞ കോളേജുകൾ, ഗവൺമെന്റ് കോളേജ് ആയിക്കോട്ടെ മറ്റുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ആയിക്കോട്ടെ, ഫെസിലിറ്റീസ് വളരെ താരതമ്യേന കുറഞ്ഞ കോളേജുകളിലേക്ക് മാത്രമാണ് സീറ്റ് വേക്കൻസികൾ വീണ്ടും രൂപപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും കേരളം വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളത്തിന് പുറത്തേക്ക് മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ നല്ല നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുക. അപ്പോൾ കേരളത്തിൽ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും കർണാടകയിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം 7.25 ലക്ഷം രൂപ പാക്കേജിൽ പോലും കോളേജുകൾ സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ ഫീസ് ബഡ്ജറ്റിനനുസരിച്ച് ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് ഏറ്റവും ഫീസ് കുറഞ്ഞു തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല രീതിയിൽ ഡിമാൻഡ് ആയിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ഗവൺമെന്റ് ലാസ്റ്റ് സീറ്റുകൾ ഒഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ ഫീസിന്റെ കാര്യത്തിൽ ഗണ്യമായ കുറവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.